എല്ലാവർക്കും ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് ദാറ്റ് ടൈം ഓഫ് ദ ഇയർ. അപ്പോൾ ഇത് ബീച്ച് ക്യാൻറ്റീനെ കുറിച്ചാണ് പറയുന്നത്. ഈ വർഷവും ഈ കണ്ടന്റ് എടുക്കാൻ പറ്റി. ഈ വർഷം മാർച്ച് 28 തുടങ്ങി ഏപ്രിൽ 12 വരെയാണുള്ളത്. നല്ല അടിപൊളിയും നല്ല രസകരമായും ഫാമിലി ആയിട്ടൊക്കെ പോകാൻ പറ്റിയൊരു സ്ഥലമായി തോന്നുന്നു. ഇപ്പോൾ 12 വരെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് പോവുക. ഇത് ഫ്രീ ആണ്, വേറെ ടിക്കറ്റുകളൊന്നുമില്ല. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പണ്ട് കുറച്ച് സ്ഥലത്തായിരുന്നു, ഇപ്പോൾ കുറച്ചുകൂടെ വികസിച്ചിട്ടുണ്ട്. നേരത്തെ ഒക്കെ ഒരു ആർച്ച് പോലെയാണ് ബീച്ച് ക്യാൻറ്റീൻ എന്ന് എഴുതിയിട്ട് ഒരു ആർച്ച്, അതിൻ്റെ അകത്തൂടെ നമ്മൾ നടന്നു പോകുന്നു, അങ്ങനെയായിരുന്നു. ഇപ്പം അതൊക്കെ മാറി, ഇപ്പോൾ ഒരു പാത്ത് വേ പോലെയാണ് ഇരിക്കുന്നത്. നല്ല രസമായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതേതായാലും നല്ല സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ സ്പോൺസർ ആണ്, അതായത് എറ്റിസലാട്ട് ഇപ്പോൾ ആയിട്ട് മാറിയിട്ടുണ്ട്. വേറെ പാർട്ട്നേഴ്സ് താലാബാത്ത് ഉണ്ട്, എമറാറ്റ് പെട്രോൾ പമ്പ് ഉണ്ട്, പിന്നെ CBD ബാങ്കും ഉണ്ട്. ഇപ്രാവശ്യം മുമ്പത്തെക്കാട്ടിലും കുറച്ചുകൂടെ ഡെവലപ്പായിട്ടുണ്ട് ഈ സ്ഥലം. ബീച്ച് ക്യാൻറ്റീൻ എന്നാണ് പറയുന്നത്. സോ ഇവിടുത്തെ മെയിൻ സംഭവം എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഫുഡാണ്. ഓരോ വിവിധമായ ഫുഡുകൾ നമുക്കവിടെ കിട്ടും. പിന്നെ അതല്ലാണ്ട് അവിടെ ഒരു സ്റ്റേജ് ഉണ്ട്, അവിടെ പെർഫോമൻസസ് ഒക്കെ നടക്കും. ഇതാണ് അതിൻ്റെ മെയിൻ സെറ്റപ്പ്. അപ്പോൾ ഞങ്ങൾ അകത്ത് കയറി. ബീച്ച് ക്യാൻറ്റീൻ എന്ന് എഴുതിയിരിക്കുന്നത് തന്നെ ഒരു നല്ലൊരു രസമായിട്ടാണ് ഇരിക്കുന്നത്. ഒരു ആംഗിളിൽ കൂടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അല്ലാണ്ട് ഒരു സൈഡിൽ കൂടെ നോക്കിയാൽ വെറുതെ കുറേ ബ്ലോക്സ് ഒക്കെ വെച്ചിരിക്കുന്ന പോലെ തോന്നും. അങ്ങനത്തെ ഒരു സെറ്റപ്പ്. അകത്ത് കയറപ്പോൾ തന്നെ ഒരു സ്ട്രക്ചറിലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരുപാട് വ്യത്യാസമുണ്ട് കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും കമ്പയർ ചെയ്യപ്പോഴേക്കും. പിന്നെ അത് ഇപ്പോൾ കാണുന്നതാണ് അതിൻ്റെ മാപ്പ് കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും അത്യാവശ്യം വലുതായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ സ്ഥലമുണ്ട് എല്ലാത്തിനും. ശരി, അപ്പോൾ ആദ്യം തലബാത്തിൻ്റെ ഒരു സ്ഥലം ഉണ്ട്. തലബാത്തിൻ്റെ അകത്ത് കയറി നോക്കിയപ്പം അത് നമ്മളെ AI ഇമേജ് ജനറേറ്റ് ചെയ്യുന്നതാണ്. അത് കുറേ ചോദ്യം ചോദിക്കും. വെജ് ആണോ, നോൺ വെജ് ആണോ, നിങ്ങൾ ഏത് ഫുഡ് പ്രിഫർ ചെയ്യുന്നു, ജാപ്പനീസ് ആണോ, ഇന്ത്യൻ ആണോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നമ്മളെ ഫോട്ടോ ആദ്യം എടുക്കും. എന്നിട്ട് അതും ഈ നമ്മൾ കൊടുക്കുന്ന പ്രിഫറൻസിനെ വെച്ച് മാച്ച് ചെയ്തിട്ട് തലബാത്തിൻ്റെ തീമിൽ ഒരു ഫോട്ടോ ജനറേറ്റ് ചെയ്യും നമ്മളെ. അങ്ങനെ അതൊരു സംഭവമാണ്, നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വേറൊരു സംഭവം, ഇതിൻ്റെ ജനറേറ്റ് ചെയ്യുന്ന ഫോട്ടോസ് ഇതിൻ്റെ പുറത്ത് കുറേ സ്ക്രീൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇടയ്ക്കിടയ്ക്ക് കാണിക്കും. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ പോയപ്പോൾ കുറേ ഷോപ്പ്. പിന്നെ ഷസാമണ്ണം പറയുന്ന ഫില്ലി ചായ അതവിടെ ഇരിപ്പുണ്ട്. And this part of the feature film is not sponsored by Philly Chaya. അവര് ഇതിനായിട്ട് നമ്മളെ അപ്രോച്ച് ചെയ്തില്ല ഗൈസ്. കുറച്ച് നേരത്തെ പോയാൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ അടുത്ത് അങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ ഉള്ളത് ആൻഡിൻ്റെ സ്റ്റേജാണ്. സ്റ്റുഡൻസ് ഓരോ പിള്ളേരൊക്കെ വന്നിട്ട് അവരുടെ പെർഫോമൻസ് ഒക്കെ അതിൽ കാണിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും കൊള്ളാം. ഞാൻ പോയ സമയത്ത് അവർ അറേഞ്ചൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ അങ്ങ് നടന്നു പോയപ്പോൾ നിസാനിൻ്റെ ഒരു സ്ഥലം കണ്ടു. നിസാൻ കിക്സ് അവിടെ 2 വെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രൊമോഷൻ പോലെ. ഈ വണ്ടി കാണാൻ നല്ല രസമുണ്ട്, നല്ല അടിപൊളി വണ്ടിയാണ്. 2025 മോഡലാണ്. 2 ലിറ്ററിൻ്റെ എൻജിൻ വെച്ചിട്ടുള്ള വണ്ടിയാണ്. 141 ഹോഴ്സ് പവർ ഉണ്ട്. പിന്നെ അതിൽ അവർ ഫീച്ചർ ചെയ്തിരിക്കുന്ന നിസാൻ്റെ 0 ഗ്രാവിറ്റി സീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. അത് നല്ല അടിപൊളി എന്നാണ് അവർ പറയുന്നത്. സോ അപ്പോൾ ഇതാണ് ബൈനോക്കുലർ കാർ റിവ്യൂ. അയ്യോ, കഥ മാറിപ്പോയി. അപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് വീഡിയോയിലോട്ട് പോകാം. അടുത്ത് ഇവിടെ വേറൊരു സംഭവമുണ്ട്. ഇവിടെ നമുക്ക് ഗെയിം കളിക്കാൻ പറ്റും. കാർ റേസ്. ബാക്കിൽ ആ ചുവരിൽ പ്രൊജക്റ്റ് ചെയ്ത് നമ്മളടുത്തൊരു കീബോർഡ് മൗസും ഉണ്ട്. 3 ലാപ്പ് കടന്ന് കറങ്ങണം. സോ അങ്ങനെ ഒരു കമ്പ്യൂട്ടർ ഗെയിം പോലത്തെ ഒരു സെറ്റപ്പ് അവിടെ ഉണ്ട്. അത് പോയി ജസ്റ്റ് ഒന്ന് കളിച്ചു നോക്കി. ഇപ്പോഴേക്ക് സംഭവം കൊള്ളാം, നമുക്കൊരു എൻജോയ്മെൻറ്റ്. ആ സ്ഥലത്തിൽ വേറൊരു സംഭവമുണ്ട്. അവിടെ ഒരു നിസാൻ കിക്സ് നിർത്തിയിട്ടിട്ടുണ്ട്. നമുക്ക് പെയിന്റ് ചെയ്യാം. ഞാൻ പോയപ്പോഴേക്കും അവിടെ ആ സ്റ്റാഫ് വന്നിട്ടില്ല. അത് ചെയ്യാൻ പറ്റിയില്ല. വേറെ ആൾക്കാർ പെയിന്റ് ചെയ്തിട്ടുണ്ട് കാറിന്. അതിൻ്റെ മേളിൽ കൂടെ വേറെ ആൾക്കാർ ചെയ്തത് വീഡിയോയിൽ ഇട്ടേക്കാം. ഇത് ഈ കടലിൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. ബീച്ച് ക്യാൻറ്റീൻ ആണല്ലോ, അപ്പോൾ ബീച്ചിൻ്റെ അടുത്താണ് ഇരിക്കുന്നത്.
നല്ലൊരു സൺസെറ്റൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അടുത്ത് ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴേക്കും ആൻഡ് സ്റ്റേജിൽ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നോക്കിയപ്പോൾ ഒരു ബാൻഡ് കുറേ പിള്ളേർ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ഇരുന്ന എല്ലാവരും നല്ല വൈബായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരുന്നു. ആൻഡ് സ്റ്റേജിൽ നടക്കുന്ന ഓരോ പെർഫോമൻസ് കഴിഞ്ഞിട്ട് അവർക്ക് ഉടനെ തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. നല്ല പരിപാടിയാണ്, പിള്ളേർക്കൊരു പ്രോത്സാഹനം ആവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നടന്നു പോയപ്പോൾ ആദ്യം ഒരു ഐസ്ക്രീം ഷോപ്പ് കണ്ടു. ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല. ഈ ആൾക്കാരൊക്കെ നമ്മൾ ക്യാമറ പിടിച്ചുകൊണ്ട് പോകുന്നെന്ന് കാണുമ്പോഴേക്കും അവർ കുറച്ചുകൂടെ ഒരു എക്സൈറ്റഡ് ആയിട്ട് തോന്നി. അവരാരും നമ്മളെ ഒരുമാതിരി എന്തിന് ക്യാമറ എടുക്കുന്നെന്നുള്ള ഒരു രീതിക്ക് നമ്മളടുത്ത് സംസാരിച്ചില്ല. അതൊരു നല്ല കാര്യം. ഇങ്ങനെ കൊണ്ടുപോകുന്ന കാണുമ്പോഴേക്കും അവർക്കും ഒരു ഹാപ്പിയാണ്. ചിലവരൊക്കെ കൈയൊക്കെ കാണിക്കുന്നു, ചിലവരാണെങ്കിൽ കുറച്ച് എക്സ്ട്രാ ഡയലോഗ്സ്, അതായത് വെൽക്കം ടു ദി യൂട്യൂബ് ചാനൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ ഒരു ഫണ്ണ് രീതിക്ക് പറയുന്നു. ഏതായാലും ഒരു രസമുണ്ട്. പിന്നെ അടുത്ത് വാഷ്റൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ വാഷ്റൂം ഉണ്ട്, വാഷ്റൂം ക്ലീൻ ആണ്, ഓക്കെയാണ്. അടുത്ത് ഞങ്ങൾ CBDയുടെ ഒരു സ്ഥലത്ത് പോയായിരുന്നു. രണ്ട് സൈഡിലായിട്ട് രണ്ട് സംഭവമുണ്ട്. ഒരു സൈഡിലാണെങ്കിൽ ടിക്ടോക്കിൽ നമ്മൾ അവരെ ഫോളോ ചെയ്താൽ അവർ നമുക്കൊരു ഫ്രീ പോപ്കോൺ തരും. മറ്റേ സൈഡെന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അവരെ ഫോളോ ചെയ്താൽ അവർ ആ മെഷീനിൽ നമ്മളെ കളിക്കാൻ സമ്മതിക്കും. പാവനെ എടുക്കാൻ വേണ്ടിയിട്ടൊരു ക്ലോ പോലെ ഉണ്ടല്ലോ, ആ മെഷീൻ അവിടെ വെച്ചിട്ടുണ്ട്. താഴെ കുറേ ബോൾ ഇരിപ്പുണ്ട്. ആ ബോളിൻ്റെ അകത്ത് എന്താണ് അതിൻ്റെ പ്രൈസ് എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു ബോൾ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെന്ന് നോക്കിയിട്ട് അതിൻ്റെ ആ പ്രൈസ്. ഞങ്ങൾക്കൊരു ഫ്രിസ്ബി കിട്ടിയായിരുന്നു, എറിഞ്ഞ് കളിച്ചോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അടുത്ത് ഞങ്ങൾ പോയത് കാർണിവൽ ഗെയിം സെക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത്. അവിടെ ഈ ആർക്കേഡ് ഗെയിംസ് അതൊക്കെ അവിടെ കളിക്കാം. അപ്പോൾ അതിന് നേരത്തെ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് സ്റ്റേഷൻ പോലെ ഉണ്ട്, എമറാറ്റ് ഫാമിലി പവലിയൻ എന്ന് പറഞ്ഞിട്ട്. അവിടെ പോയി നമുക്ക് ഇതിൻ്റെ ടിക്കറ്റ് മേടിക്കാമെന്നാണ്. പിന്നെ ഇതിൻ്റെ അകത്തൂടെ നടന്നപ്പോഴേക്കും ഇവിടെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് ഉണ്ട്, ബോൾ പൂളുണ്ട്. ഒരു സ്ഥലം ഫുള്ള് ബോൾ വെച്ച് നിറച്ച് വെച്ചിരിക്കും. പിള്ളേരൊക്കെ നല്ല അടിപൊളിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടു. പിന്നെ കിഡ്സിന് കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്, അതായത് ഫേസ് പെയിൻറ്റിങ്, അങ്ങനെ കുറേ ആർട്ട് പരിപാടിയൊക്കെ. അതിൻ്റെ സമയത്തിന് നമ്മളവിടെ പോയി കാശ് കൊടുത്ത് പങ്കെടുക്കാൻ പറ്റും. അടുത്ത് ഞങ്ങൾ കിപ്സൺസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് പോയി. ആക്ടിവിറ്റി ആയിട്ടൊന്നുമില്ല, അവിടെയും അവരോ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്തായിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കണം. അപ്പോൾ അതിൽ കുറേ ബോക്സസ് ഇരിക്കും, ആ ബോക്സിൽ നിന്ന് നമ്മളൊന്ന് എടുക്കണം. അപ്പോൾ അതിൽ വൗച്ചറോ എന്തെങ്കിലുമൊക്കെ കിട്ടും. ഞങ്ങൾക്ക് 50 dirhams ഓഫ് എന്ന് പറഞ്ഞിട്ടൊരു വൗച്ചർ കിട്ടിയായിരുന്നു ഓൺലൈൻ പർച്ചേസ് ചെയ്യപ്പോഴേക്കും. ആൻഡിൻ്റെ ഒരു ഷോപ്പ് പോലെ ഉണ്ടായിരുന്നു. ഞാൻ വെച്ച് എന്തെങ്കിലും പരിപാടി ആയിരിക്കുന്നു. നോക്കിയപ്പോഴേക്കും അതൊരു മണി കാർഡിൻ്റെ പ്രൊമോഷന് വേണ്ടി വെച്ചിരിക്കുകയാണ്. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ കാശിടുന്നു, എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ക്യാഷ് ബാക്ക് എത്ര % ഓഫ്, ഇൻ്റർനാഷണൽ ട്രാൻസ്ഫേഴ്സ് ചെയ്യുകയാണെങ്കിൽ അതിൽ റേറ്റ് കൂടുതൽ കിട്ടും, അങ്ങനെയൊക്കെ അവർ പറഞ്ഞു. പിന്നെ അതൊക്കെ കേട്ട് ഓക്കെ അണ്ണാച്ചി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങ് ഇറങ്ങി. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോയി ഫുഡ് അടിച്ചിട്ട് പിന്നെ ഒരു മൊഹിറ്റോ മേടിച്ചു, ബ്ലൂബെറി ഫ്ലേവർ, നന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങ് ഇറങ്ങി. അപ്പോൾ ഫാമിലിയായിട്ടൊക്കെ പോകാൻ പറ്റിയ സ്ഥലമാണ്. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിൻ്റെ മുമ്പൊക്കെ പോയപ്പോൾ ഇങ്ങനെ വേറെ പരിപാടിയിലൊന്നും കയറിയില്ലായിരുന്നു, ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വന്നു. ഇപ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അൻറ്റിൽ ദെൻ ബൈ. See you in the next video. Until then, bye-bye. വേറെ വീഡിയോ ആയിട്ട് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ കാണാം. അപ്പോൾ ഓക്കെ എന്നാൽ.